ആർട്ടിക്കിൾ 12 ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഒരു ഗേറ്റ് വേ ആണെന്ന് പറയാം. പാർട്ട് 3ലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും മുന്നിലുണ്ടാവുക ആർട്ടിക്കിൾ 12 ആണ്. അതിൽ പറയുന്നത് ഞങ്ങളിതിൽ ഈ പാർട്ട് 3ൽ ഒരുപാട് സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് ആർട്ടിക്കിൾ 12. ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറയുന്നത് ഗവൺമെൻറ് ആൻഡ് പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഉണ്ട്, പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ഉണ്ട്. അതിലിപ്പോൾ എക്സിക്യൂട്ടീവ്സും പെടും, അല്ല പാർലമെൻറ്റും പെടും, ലോക്സഭ രാജ്യസഭ അതൊക്കെ. പിന്നെ ഗവൺമെൻറ് ആൻഡ് ലെജിസ്ലേച്ചർ ഓഫ് സ്റ്റേറ്റ്, ഗവർണറും അതിൻ്റെ ക്യാബിനറ്റും പെടും, അല്ല ഈ ലെജിസ്ലേച്ചറും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും അതൊക്കെ പെടും. എല്ലാ ലോക്കൽ അതോറിറ്റികൾ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് ബോർഡ്, ട്രസ്റ്റുകൾ അങ്ങനെയെല്ലാം പെടും. അതർ കാറ്റഗറീസ് ആയിട്ടുള്ള ഈ പബ്ലിക്കിൻ്റെ ഫണ്ടിൽ, ഗവൺമെൻറ് ഫണ്ടിൽ പോകുന്ന സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് ഫണ്ടിൽ പോകുന്ന സ്ഥാപനങ്ങൾ, ട്രസ്റ്റ് ആയിക്കോട്ടെ, ചിലപ്പോൾ പ്രൈവറ്റ് ആയിരിക്കും, പക്ഷെ അതിൽ ഗവൺമെൻറ് ഫണ്ട് ഉണ്ടാവും. അങ്ങനത്തെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തുണ്ട്, അതൊക്കെ ആർട്ടിക്കിൾ 12 പെടുന്നതാണ്. ഇനി ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LIC, ONGC, CSIR ഇതെല്ലാം സ്റ്റേറ്റിൻ്റെ ഇതിൽ പെടുന്നതാണ്. എന്നാൽ BCCI സ്റ്റേറ്റിൽ പെടുന്നതല്ല. കാരണം അതിൽ ഗവൺമെൻറ് അതോറിറ്റി അത് പൂർണ്ണമായിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഇതിൽ പെടുന്നതാണ്. അപ്പോൾ അത് സ്റ്റേറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ജുഡീഷ്യറി സ്റ്റേറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജുഡീഷ്യറി അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയിരിക്കുമ്പോൾ, അതായത് ഇപ്പോൾ സ്റ്റാഫിന് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അത് സ്റ്റേറ്റ് ആയിരിക്കും. അല്ല ജുഡീഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്, ജുഡീഷ്യൽ ബോഡി ആയിരിക്കും, അതെന്തായിരിക്കില്ല, സ്റ്റേറ്റ് ആയിരിക്കില്ല. ഇത്രയാണ് സ്റ്റേറ്റിനെ കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത്.